നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വൃശ്ചിക പുലരിയിൽ അയ്യനെ കാണാൻ പൊന്നമ്പലമേട്ടിൽ ആയിരങ്ങൾ. ഭക്തരുടെ നീണ്ട ക്യൂവാണ് ശ്രീകോവിലിന് മുന്നിൽ ഉള്ളത്. പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് ഏറെയാണ്. നിലയ്ക്കലിലെ പാർക്കിംഗ് ഇന്നലെ രാത്രി തന്നെ നിറഞ്ഞിരുന്നു. പുതിയ മേൽശാന്തിയായ ചാലക്കുടി വാസുപുരം മറ്റത്തൂർക്കുന്ന ഏറന്നൂർ മനയിൽ ED പ്രസാദ് എന്ന 40 വയസ്സുകാരനാണ് ഇന്ന് ശബരിമല നട തുറന്നത്. എന്തായാലും ശബരിമല നട തുറക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെ കിട്ടേണ്ടതുണ്ട്. അതിന് SIT പമ്പയിൽ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല EDക്ക് വിശദമായ ഈ FIR നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഇന്ന് അന്തിമ തീരുമാനം അറിയിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മാത്രമല്ല പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും അയാൾ എത്തിയിട്ടില്ല. അതിന്റെ തുടർ നടപടിയിലേക്ക് SIT കടക്കും. ഒപ്പം വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ വിദഗ്ധ പരിശോധനയും സാമ്പിൾ ശേഖരണവും ഇന്ന് നടക്കും. SPS ശശീന്ദ്രനും സംഘവും ഇന്നലെ തന്നെ ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. ശബരിമല ശ്രീകോവിലിലെ കട്ടിടപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിലെ പൂശിയ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും സാമ്പിളുകൾ ശേഖരിക്കും. ഒപ്പം 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഭാഗത്തു നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും ഗുണവും പരിശോധിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നീക്കം. ചെമ്പുപാളികൾ മാറ്റിവെച്ചോ എന്നത് കണ്ടെത്താൻ ചെമ്പുപാളികളിൽ ശാസ്ത്രീയ പരിശോധനയും നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷമാണ് തന്ത്രിയുടെ അനുമതിയോടെയുള്ള സാമ്പിൾ ശേഖരണം. സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും. കള്ളപ്പണ ഇടപാടുകൾ സംശയിക്കുന്ന ED സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട FIR, അനുബന്ധ മൊഴികൾ, മറ്റ് രേഖകൾ എന്നിവയുടെ പകർപ്പാണ് ED തേടിയിരിക്കുന്നത്. കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ വിശദാംശങ്ങൾ അനിവാര്യമാണെന്നുമാണ് കേന്ദ്ര ഏജൻസിയുടെ വാദം. ഈ ആവശ്യം ഉന്നയിച്ച റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത രേഖകൾ EDക്ക് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടാൽ അത് കേസിൽ വഴിത്തിരിവാകും. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ശബരിമലയിലെ തെറ്റായ പ്രവണതകളിൽ തിരുത്തുണ്ടാക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ സൗമ്യനായ ഉദ്യോഗസ്ഥനായിരുന്നു, ഇനി ആ സൗമ്യത ഉണ്ടാകില്ല അദ്ദേഹം വ്യക്തമാക്കി. ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണന. സ്പോൺസർ എന്ന മേലങ്കി അണിഞ്ഞു വരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ലെന്നും അവരുടെ പശ്ചാത്തലങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കുവെന്നും അദ്ദേഹം അറിയിച്ചു. ദേവസ്വം പ്രസിഡന്റ് പദവിയിൽ ചുമതലയേറ്റ ശേഷം ആദ്യമായി ശബരിമല സന്ദർശിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് എല്ലാ സൗകര്യവും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ തനിക്ക് ഒരു മിഷൻ ഉണ്ടെന്നും അത് ആദ്യം പറയേണ്ടത് അയ്യപ്പനോടാണെന്നും ജയകുമാർ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തില് ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത്. പാർത്ഥസാരഥി കയ്യിൽ ചമ്മട്ടിയായിട്ട് നിൽക്കുകയല്ലേ. ആ അർത്ഥത്തില് ഒരു വലിയ ധർമ്മയുദ്ധമാണ്. ശബരിമല തീർത്ഥാടനം ഭംഗിയാവണം. കൊള്ളരുതാത്ത പ്രവണതകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യണം. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഞാൻ നേരിട്ട് കാണും. മെമ്പർമാരും ഉണ്ട്. ഈ ഒരു ആശയം അവരോട് പറഞ്ഞ് പെരുമാറ്റത്തിലും നടപടിക്രമങ്ങളിലും ഒക്കെ തന്നെ ഒരു പുതിയ ഒരു പ്രൊഫഷണലിസം, ഒരു പുതിയ ഒരു പ്രതികരണാത്മകത, റെസ്പോൺസീവ്നെസ് ഉണ്ടാകണം. ശബരിമലയിൽ സ്പോൺസർഷിപ്പ് വേണമോ വേണ്ടയോ, വേണമെങ്കിൽ എങ്ങനെ, ആര് തീരുമാനിക്കും, വരുന്ന ആൾ ആരാണ്, ഇയാളുടെ വരുമാന മാർഗം എന്താണ്, ഇതൊക്കെ അറിയാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും അവിടെ കൊണ്ട് തന്നാൽ വാങ്ങിക്കേണ്ട കാര്യം നമുക്കില്ല. ഭക്തന്മാരുടെ സംഭാവന സ്വീകരിക്കാനും അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനൊന്നും തടസ്സമില്ല. പക്ഷേ അത് നേരിട്ട് വരണം. വളഞ്ഞ വഴിയിൽ കൂടെ ഇടനിലക്കാരിൽ കൂടെ വരേണ്ട കാര്യമില്ല. അത് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൻ്റെ തകരാറായിരിക്കാം. ആ സംവിധാനമാണ് ഞാൻ ഈ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്, തിരുത്തും എന്ന് പറയുന്നത്. സ്പോൺസർമാരുമായിട്ട് നേരിട്ട് ഇടപാട്. എന്തിനാണ് നിങ്ങൾ, എന്താ സ്പോൺസർഷിപ്പ്, അത് അറിയണം. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണൊക്കെ നോക്കിയിട്ട് നമ്മൾ അനുവദിക്കും. സ്പോൺസർഷിപ്പ് വേണം. പക്ഷേ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നുവെങ്കിൽ ഇനി തൊട്ട് അത് അനുവദിക്കില്ല എന്നുള്ള ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്വേഷണ സംഘമല്ലേ ചോദിച്ചാൽ എനിക്ക് രേഖകൾ കൊടുക്കേണ്ടത് കൊടുക്കും. അത് കേട്ടൊന്നും എന്താ ബന്ധം. ഏതൊരു സ്ഥാപനത്തിലും അന്വേഷണം നടക്കും. അന്വേഷണം നടക്കട്ടെ. നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും എല്ലാം ചെയ്യും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് അയ്യപ്പനോട് പറഞ്ഞാൽ പോരെ.
അയ്യപ്പനോട് പറഞ്ഞിട്ടുണ്ട് മിഷൻ എന്താണെന്ന്. ഞാൻ ഇത്രയും കാലം അവിടെ കുറച്ച് ഒരു സൗമ്യനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ഈ ഒരു അസൈൻമെൻറ്റിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കാർക്കശ്യം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാണിപ്പോൾ ഭഗവാനെ കാണാൻ പോകുന്നത് കേട്ടോ. സ്വർണ്ണക്കൊള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ പ്രസിഡന്റായും മുൻ മന്ത്രി കെ രാജു അംഗമായും ചുമതലയേറ്റ പുതിയ ദേവസ്വം ഭരണസമിതി അധികാരമേറ്റത്. ശബരിമലയിലെ അവിഹിതമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള മുഖം മിനുക്കൽ ദൌത്യവുമായാണ് ജയകുമാർ പ്രസിഡന്റ് കസേരയിലേക്ക് എത്തുന്നത്. എന്തായാലും ജയകുമാറിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് സാധാരണക്കാരായ മലയാളികളും വിശ്വാസികളും അയ്യപ്പ ഭക്തരും എല്ലാവരും കരുതുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു പിഴവ് സംഭവിക്കുമോ എന്നറിയില്ല. എന്തായാലും എല്ലാ വിശ്വാസവും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേടുകയാണ് എല്ലാവരും ചെയ്തത്. എന്തായാലും ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചതിനു ശേഷമാണ് SIT സന്നിധാനത്ത് പരിശോധനകൾ നടത്തുന്നത്. ആ പരിശോധനകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പരിശോധന നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇപ്പോൾ തുടർ നടപടികൾ എന്താകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ED ഇന്ന് രാവിലെ തന്നെ നട തുറന്നു, അല്ലെങ്കിൽ നട ചവിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം ആ ED എന്ന പുതിയ മേൽശാന്തിയുടെ പേരിന് മുന്നിലെ ED എന്ന 2 വാക്കുകൾ എന്തോ അയ്യപ്പൻ തന്നെ കൊണ്ടിട്ടതുപോലെ ആയിരുന്നു. കാരണം ആ ഒരു പേര് അവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയെങ്കിലും ഉണ്ടായിക്കോട്ടെ. തീർച്ചയായിട്ടും ജയകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്പോൺസർ എന്ന മേലങ്കിയുമായി വരുന്നവനെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അയാൾ തെറ്റുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ അയാളെ പഠിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തുകയുള്ളൂ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ പുറത്തേക്ക് തന്നെ തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുന്നു. അത്തരം കൃത്യമായ നിലപാട് എടുക്കാൻ ധൈര്യം കാണിക്കുന്നവർക്ക് തന്നെ, അങ്ങനെ ധൈര്യമുള്ളവർക്ക് തന്നെ ആദ്യ മാറ്റം നമുക്ക് തീർച്ചയായിട്ടും സംഭവിക്കും. കോടികളും ലക്ഷങ്ങൾ തരുമ്പോൾ അവിടെ കയ്യും മെയ്യും മറന്ന് കമഴ്ന്ന് അടിച്ചു കിടക്കുന്ന ചില സഖാക്കന്മാരെ പോലെയല്ല തലയ്ക്ക് ആൾതാമസവും തലയ്ക്ക് മൂളയും തലയ്ക്ക് വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ആ കസേരയിലേക്ക് വരുമ്പോൾ പദ്ധതികൾ തന്നെ മാറും. ശബരിമലയിൽ ഇനി കൃത്യമായി കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും അയ്യനെ തന്നെ കാത്തു തുടങ്ങിയിട്ടുണ്ട്. 30,000-ലധികം ആളുകൾ ഇന്നലെ സന്ദർശനം നടത്തി. ഇന്നു മുതൽ വീണ്ടും സന്ദർശനം കൃത്യമായിട്ട് നടക്കും. 70,000 പേരാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും ഭക്തരെ ഈ ഒരു വിഷയങ്ങൾ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. ഭക്തജന തിരക്കിനും ഈ വിഷയങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടേക്ക് ഒഴുകി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം. What?